ഈ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് അതിന്റെ ഫ്രൂട്ട്സ് അനുഭവിച്ചു വരുന്നത് നമ്മുടെ വട്ടേക്കാട്ടിലുള്ള എല്ലാവരും തന്നെയാണ്. സാമൂഹികമായും സാംസ്കാരികമായും കലാപരമായും ഒക്കെ ഒരുപാട് മുന്നോട്ട് വട്ടേക്കാടിനെ നയിക്കുന്നതിനായിട്ട് നമ്മുടെ വട്ടേക്കാടിന്റെ മുന്നിൽ യശസ്സ് ഉയർത്തി നിർത്തുന്ന നമ്മുടെ ACCയുടെ പ്രവർത്തന മേഖലകളുടെ ഭാഗമായിട്ട് അവരുടെ വാർഷികാഘോഷം വളരെ പ്രൗഢഗംഭീരമായിട്ട് ഒഫീഷ്യലായിട്ട് നമ്മൾ ആരംഭിക്കുന്നു. For that, we would like to invite our respected Guruvayur MLA NK Akbar sir. Please can we have you on the stage? ഒത്തിരി സന്തോഷത്തോടെ സാറിനെ വേദിയിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം സർ. And we would like to call upon our respected chief guest Saliha Shaukat, and we would like to call upon സാലിഹ ഷൗക്കത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കടപ്പുറം, ബഹുമാനപ്പെട്ട വിമൽ വി സർക്കിൾ ഇൻസ്പെക്ടർ ചാവക്കാട്, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് ഖസാലി മെമ്പർ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത്, ബഹുമാനപ്പെട്ട മൻസൂർ അലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കടപ്പുറം ഗ്രാമപഞ്ചായത്ത്, ബഹുമാനപ്പെട്ട ആഷിദ ഡിവിഷൻ മെമ്പർ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്. NK Akbar sir. Can we have you on the stage for the inaugural speech? Welcome sir. പ്രിയപ്പെട്ട വട്ടേക്കാട്ടെ പ്രബുദ്ധരായ സഹോദരന്മാരെ, ACC കാർണിവലിലെ 25ാം വാർഷിക ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക സമ്മേളനത്തിലെ സ്വാഗതം പറഞ്ഞ നിസ്മിൻ, ഇവിടെ അധ്യക്ഷൻ PP ഫാസിൽ പ്രസിഡന്റ്, മുഖ്യാതിഥി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത്, ശ്രീ മൻസൂർ അലി, ശ്രീ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് സാംബശിവൻ, AMPKMC സ്കൂൾ വട്ടേക്കാട് മാനേജർ MA ഷാഹു, ഇക്ബാൽക്ക, അതുപോലെ വേദിയിലുള്ള മറ്റു ബഹുമാന്യരെ, ഒരു നാട്ടിലെ ഒരു ക്ലബ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ ഈ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ അത് കുറേ ചെറുപ്പക്കാരുടെ ഇങ്ങനെ വട്ടം കൂടിയിരിക്കുന്ന ഒരു സംവിധാനം എന്ന തരത്തിലൊക്കെയാണ് ചിലപ്പോഴെങ്കിലും കരുതുക. എന്നാൽ നമ്മുടെ പ്രദേശത്ത് മുമ്പൊരു കാലത്തും ഇല്ലാത്ത പ്രാധാന്യം ഇന്ന് ക്ലബ്ബുകൾക്കുണ്ട്. കാരണം ഒരു ക്ലബ്ബ് ഒരു നാട്ടിലുണ്ടായാൽ ഇവിടെ സാംബശിവനൊക്കെ ഉണ്ട്, സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ കുട്ടികളെയൊക്കെ കായിക മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞാൽ ആ മേഖലയിൽ കുട്ടികളിൽ താല്പര്യം വന്നാൽ സ്വാഭാവികമായും മറ്റു തെറ്റായ പല ദുശ്ശീലങ്ങളിൽ നിന്നും കുട്ടികളെ മാറ്റിയെടുക്കാൻ കഴിയും. ഇന്ന് ദിനംപ്രതി എന്നോണം ഒരുപാട് ക്രിമിനൽ വാസനകളുള്ള കുറ്റവാളികളായി പോകുന്ന കുട്ടികളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ന്യൂ ഇയറിനാണ് ഒരു 16 വയസ്സുകാരൻ ഒരു ആളെ തേക്കിൻകാട് മൈതാനിയിൽ കൊലപ്പെടുത്തിയത്. ഈ 16 വയസ്സുകാരൻ തൃശ്ശൂരിലെ പ്രമുഖമായ ഒരു വിദ്യാലയത്തിൽ പ്ലസ് 1 പഠിക്കുമ്പോൾ ആ വിദ്യാലയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥിയാണ്. അപ്പോ ക്രിമിനൽ വാസന അവസാനം ഒരു കൊലക്കേസിലെ പ്രതിയാവാൻ 16-കാരന് കഴിഞ്ഞു. പലയിടത്തും നമ്മൾ ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുകയാണ്. നൊന്ത് പെറ്റ മാതാവിനെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുന്ന മകൻ, വല്യപ്പയെയും വല്യമ്മയെയും ഏകദേശം ഒരു വർഷം മുമ്പാണ് വട്ടേക്കാട് കഴുത്തറത്ത് കൊലപ്പെടുത്തിയത്. പറവൂര് ചേതമംഗലത്താണ് ഒരു കുടുംബത്തിലെ മുഴുവൻ പേരെയും അയൽവാസിയായ ഒരു 26-കാരൻ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്.
ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങൾ കേൾക്കുക. മയക്കുമരുന്നിന് കാശ് ചോദിച്ചാൽ കൊടുക്കാത്തതിനാണ് ഇവരൊക്കെ ആളുകളെ കൊല്ലുന്നത്. ഇതിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുമ്പോൾ അതിൽ ഒരു ഘടകം മയക്കുമരുന്നിന് ഈ കുട്ടികൾ അടിമയാകുന്നതിന് ഒരു കാരണം അവർക്ക് മറ്റ് ആനന്ദങ്ങളിൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന് വിലക്കുകളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ കുട്ടികൾ കളിക്കാൻ പോകുന്നത് എന്തോ ഒരു വല്ലാത്ത തെറ്റായിട്ട് നമ്മുടെ ആളുകൾ കണ്ടു. കുട്ടി കളിക്കാൻ പാടില്ല, മറ്റു കലാമത്സരങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് കണ്ടപ്പോൾ അതിനുള്ള സാഹചര്യം കുറഞ്ഞപ്പോൾ കുട്ടികൾ വഴിതെറ്റി ഇത്തരം തെറ്റായ കൂട്ടങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ വന്നിട്ടുള്ള മാറിയ ചുറ്റുപാടുകൾ, അന്തരീക്ഷങ്ങൾ, ഇതെല്ലാം ഈ തെറ്റായ രീതിയിലേക്ക് കുട്ടികൾ പോകുന്നതിന് കാരണമുണ്ട്. ഇപ്പൊ നോക്കൂ, എന്റേതുൾപ്പെടെ ഒരാളുടെ പ്രസംഗവും കേൾക്കാതെ കുറെ കൊച്ചു കുട്ടികൾ അവിടെ ചിരിച്ചും കളിച്ചും സന്തോഷിക്കുകയാണ്. ഈ പരിപാടിയുടെ ഏറ്റവും വലിയ മേന്മ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഗംഭീരമായി കേൾക്കുന്ന പാട്ടുകളോ മികച്ച ഗായകന്മാരുടെ പാട്ടുകളോ വയലിനോ പ്രസംഗങ്ങളോ ഒന്നുമല്ല. ഈ കൊച്ചു മക്കൾ എല്ലാം മറന്നുകൊണ്ട് ഉല്ലസിക്കുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നുണ്ട്. വില കൂടിയ രമ്യകർമ്മങ്ങളിൽ നല്ല മെത്തയിൽ അത്യാധുനിക സംവിധാനമുള്ള നമ്മുടെ വീടുകളിലെ ചെയറുകളിലേക്കാളൊക്കെ അവർ ഇഷ്ടപ്പെടുന്നു ഈ മഞ്ഞ് ഉള്ള ഈ തണുപ്പ് ഉള്ള ഈ പാടത്ത് അല്ലെങ്കിൽ ഈ മൈതാനത്ത് ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാളും വലിയ ഒരു ആസ്വാദനം അവർക്കില്ല. കാരണം കുട്ടികൾ അത് ആസ്വദിക്കും. ഈ ആസ്വദിക്കാനുള്ള ഇത്ര ഇടങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലില്ല. ഇതുണ്ടാക്കുന്നു ക്ലബ്ബുകൾ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൻപുറത്തെ ക്ലബ്ബുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങൾ ഇനിയും ഉയരങ്ങളിലേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് മനസ്സിൽ നിറഞ്ഞ് നമ്മൾ എല്ലാവരും ചേർന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ടീം ACCയുടെ പേരിലുള്ള നന്ദി ഹാർദവമായിട്ട് അറിയിക്കുകയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സർ. Thank you so much. On behalf of Team ACC, we would like to express our great gratitude to you. ഇരിക്കാനൊരു അവസരം നൽകിയ ACC ക്ലബിനെ അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you. സായാഹ്നമാണ്. ഇതിന് ഗംഭീരമാക്കിയിരിക്കുകയാണ് ACCയുടെ പ്രവർത്തകന്മാർ. വളരെ സന്തോഷം തോന്നുന്നു. സത്യത്തിൽ ഇങ്ങനെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഇടങ്ങളൊക്കെ കുറഞ്ഞു പോവുകയാണ് എല്ലായിടത്തും. പഴയകാലത്തെ ഓർമ്മകളിൽ ആ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ചേർന്ന് നിന്നിരുന്ന ഒട്ടേറെ കൂട്ടങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നേർത്തില്ലാതായി പോകുന്ന ഒരു കാലത്ത് വട്ടേക്കാട് ദേശം ഇങ്ങനെ മനുഷ്യരെ ചേർത്ത് നിർത്താനുള്ള വലിയ ഇഫർട്ട് എടുക്കുന്നു എന്ന ഒരു സന്തോഷം ഈ സായാഹ്നത്തിൽ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ആളുകൾക്ക് തോന്നിപ്പോകും, ഇങ്ങനെ വലിയ പരിപാടിയൊക്കെ നടത്തുന്ന പൈസ കൊണ്ട് പാവപ്പെട്ടവനെ സഹായിച്ചൂടെ, വെള്ളത്തിന് കുടിവെള്ളം നടത്തിക്കൂടെ എന്നൊക്കെ തോന്നും. അതൊക്കെ വേണ്ടതാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ക്ലബ്ബുകളും മറ്റ് സംഘടനകളൊക്കെ നടത്താറുണ്ട്. പക്ഷേ അതിനിടയിൽ ഇതുപോലെ മനുഷ്യർക്ക് ചേർന്നിരിക്കാവുന്ന സ്ഥലങ്ങൾ, മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്ട്രെസ് കുറയ്ക്കാവുന്ന ചില മേഖലകൾ, അത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം. ACCയുടെ പ്രവർത്തകന്മാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ കാർണിവൽ അക്ഷരാർത്ഥത്തിൽ ഗംഭീരമായിരിക്കുന്നു എന്ന് ഇതിൻ്റെ ക്ലബിൻ്റെ പ്രവർത്തകന്മാരോട് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. തിരുവനന്തപുരത്ത് വന്നില്ലെങ്കിലും ടിക്കറ്റ് എടുത്ത് എല്ലാ സുഹൃത്തുക്കളും വട്ടേക്കാട് നേർച്ചക്കും വാർഷികത്തിനെത്തും. ഇന്ന് ഇവിടെ കണ്ട നമ്മുടെ പ്രവർത്തകരൊക്കെ അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ആരംഭിച്ചൊരു ക്ലബ്ബ് 25 വർഷം പൂർത്തിയാകുമ്പോൾ 253 പ്രവർത്തകരുമായി വലിയ വളർച്ചയിലേക്ക് എത്തിയിരിക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യം. അതിൽ 100-ലധികം പ്രവർത്തകരുള്ളത് വിദേശത്താണ്. ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടത് 20ഓളം സ്ത്രീകളുടെ കൂട്ടായ്മ അതിനോടനുബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ്. ഭാവി തലമുറയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള
കിഡ്സ് ടീം, കിഡ്സ് ACC അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഇവിടെ മുമ്പ് പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ ഒരു തലമുറയെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ ചെറുപ്പത്തിലെ കുട്ടികളെ ഈ ക്ലബിൻ്റെ കൂടെ ചേർത്ത് നടത്തുക എന്ന പ്രവർത്തനമാണ് ക്ലബ്ബ് നടത്തുന്നത്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു, വെറും കളിയിലും കാര്യത്തിലുമല്ല ക്ലബ്ബ് കേന്ദ്രീകരിക്കുന്നത്. കേവലം സിറ്റി തലത്തിൽ 10ഓളം പേര് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഷിക്കിന് ശേഷം വോളിബോളിൽ ആരും അങ്ങനെ ഉയർന്നു വന്നിട്ടില്ല. ഏത് സ്പോർട്സ് ആയാലും അതൊക്കെ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ നാടിന് മറ്റ് രീതിയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ പറ്റില്ല. അവരൊക്കെ ലഹരി, ഗ്രൗണ്ടിലേക്കായിരിക്കും അവരുടെ ലഹരി. മറ്റു ലഹരിയിൽ നിന്ന് മാറി ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ സ്പോർട്സിലേക്ക് ആ ലഹരി അല്ലെങ്കിൽ കലകളിലേക്ക് ആ ലഹരി കൊണ്ടുവരാൻ ACCക്ക് കഴിയട്ടെ. അതിനുവേണ്ടി എല്ലാ ഭാവുകളും നേർന്നുകൊണ്ട് ഈ തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയും എൻ്റെയും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്ന എൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും അടങ്ങിയ ഈ ക്ലബിന് വീണ്ടും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഉയർത്തട്ടെ എന്ന് മനസ്സിൽ നിറഞ്ഞ് തന്നെ ആശംസിക്കുന്നു. Once again, congratulations, team നാട്ടുവേദി. രംഗങ്ങളിൽ നിറസാന്നിധ്യമായി തിളങ്ങി നിൽക്കുന്ന ACC team. Each and every Thank you so much. Thank you. Thank you.